യെസ്, എന്തായാലും ജന്തർ മന്ദറിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലതിരിഞ്ഞ നയങ്ങൾ എന്നുവെച്ചാൽ പരീക്ഷാക്രമക്കേടിന്റെ കാര്യത്തിൽ അത് വിദ്യാഭ്യാസ വകുപ്പിന്റെയോ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും അനാസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ കഴിവുകേട് കൊണ്ടോ സംഭവിച്ചത് എന്നതിനപ്പുറത്തേക്ക് വലിയ അട്ടിമറി അതിനകത്ത് നടന്നിരിക്കുന്നു, വലിയ അഴിമതി നടന്നിരിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ രോഷാകുലരായ ജൻസിയുടെ പുതുതലമുറയിലെ ചെറുപ്പക്കാരാണ് അവിടെ അണിനിരക്കുന്നത്. അതിന് CJP എന്നൊരു പേരുണ്ടാകാം, പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധത്തിന്റെ ഇരമ്പൽ നമുക്ക് ഈ ജന്തർ മന്ദറിൽ നിന്ന് കാണാം. എന്തായാലും CJPയുടെ തലവൻ അഭിജിത് ദീപ്കെ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ധനസ് മോദി കേൾക്കാമെങ്കിൽ എത്രത്തോളം ചെറുപ്പക്കാർ അവിടെ ഇന്ന് ഒരുമിച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്? ഈ സമരത്തിന്റെ ഒരു തുടർച്ചയെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? അഭിജിത് ദീപ്കെ എത്തിക്കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് സ്വീകരിക്കാനുള്ള വലിയ തോതിൽ അവിടെ യുവാക്കൾ തടിച്ചുകൂടിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്റർനെറ്റിനടക്കം ജാം അടക്കമുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും അഭിജിത് ദീപ്കെ അല്പസമയം മുമ്പാണ് പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് എത്തിച്ചേർന്നത്. ഇനി അഭിജിത് ദീപ്കെയുടെ പ്രസംഗം സ്വാഭാവികമായുണ്ട്. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയാൻ പോകുന്നത്? ഈ പ്രതിഷേധ തീയിലൂടെ ഏത് തരത്തിലുള്ളൊരു മെസ്സേജ് ആയിരിക്കും രാജ്യത്തിന് പാർട്ടികൾ നൽകാൻ പോകുന്നത് എന്നടക്കമുള്ള വലിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ജന്തറിൽ മന്ദിറിലും തന്നെ തേടണം.